വിദ്വേഷ പ്രസംഗത്തിൽ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെതിരെ നടപടിയുമായി സുപ്രീം കോടതി കൊളീജിയം. ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ വിളിച്ചു വരുത്താൻ കൊളീജിയം നിർദ്ദേശം നൽകി. ചൊവ്വാഴ്ച നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. വെള്ളിയാഴ്ച പ്രതിപക്ഷ എംപിമാർ ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയിരുന്നു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. അബ്ദുൾ റഷീദ്, ഒരു ന്യായാധിപന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രസ്താവന, അതും VHPയുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് രാജ്യം മാനിക്കേണ്ടതെന്ന് പറഞ്ഞത് വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രസ്താവന. ഇപ്പോൾ സുപ്രീം കോടതി വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച വിളിച്ചു വരുത്തുന്നു അല്ലേ? ഷിജു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രാജ്യം ഒന്നടങ്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു വിദ്വേഷ പ്രസംഗമായിരുന്നു SKയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഇതിനെതിരെ കടുത്ത പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതി നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയോട് ഇതിൽ വിശദീകരണം തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊളീജിയം, ചീഫ് ജസ്റ്റിസ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള കൊളീജിയം SK യാദവിനെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. എന്തായാലും നാളെ തന്നെ നേരിട്ട് ഹാജരാകാനാണ് സുപ്രീം കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. നമുക്കറിയാം, ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് വേണം രാജ്യം മുന്നോട്ട് പോകാൻ എന്ന വിദ്വേഷ പ്രസംഗം നടത്തിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, ഒപ്പം പ്രതിപക്ഷ MP-മാർ അടക്കമുള്ളവർ നിരവധി പരാതികൾ നൽകിയിരുന്നു. പക്ഷേ ഈ സുപ്രീം കോടതിക്ക് നേരിട്ട് ലഭിച്ചിട്ടുള്ള പരാതികൾക്ക് മേലാണ് ഇപ്പോൾ സുപ്രീം കോടതി അന്വേഷണം ആരംഭിച്ചതും നേരത്തെ ഇത്തരത്തിലൊരു വിശദീകരണം ആവശ്യപ്പെട്ടതും. എന്തായാലും നാളെ തന്നെ നേരിട്ട് ഹാജരാകാനാണ് സുപ്രീം കോടതി കൊളീജിയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്തിൻ്റെ ഒരു ഐക്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ വിദ്വേഷ പ്രസംഗമാണ് SK യാദവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഒരു നീതിന്യായ വകുപ്പിന് മേലിരിക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വിദ്വേഷ പ്രസംഗം ഉണ്ടാവാൻ പാടില്ല എന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. എന്തായാലും അലഹബാദ് ഹൈക്കോടതി ശേഖർ കുമാർ യാദവിനെതിരെ നടപടിക്ക് ഒരുങ്ങുക തന്നെയാണ് സുപ്രീം കോടതി. ഷിജു. റഷീദ്, ഇതിനകത്ത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം മാധ്യമങ്ങളിലൂടെ അടക്കം സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർ പ്രകടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് നൽകുകയും ചെയ്തത്. ഇപ്പോൾ സുപ്രീം കോടതിക്ക് നേരിട്ട് ലഭിച്ച ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ പൊതുസമൂഹം വലിയൊരു നടപടി, യാദവിനെതിരെ വലിയൊരു നടപടി തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്തരം കാഴ്ചപ്പാടുള്ള ഒരാൾ നീതിന്യായ പീഠത്തിൽ ഇരുന്നു കൊണ്ട് പുറപ്പെടുവിക്കുന്ന വിധി പ്രസ്താവനകളെക്കുറിച്ച് തന്നെ പൊതുസമൂഹത്തിന് സംശയം ജനിപ്പിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതി പോവുകയും ചെയ്യും, അതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത്. ഷിജു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെ ഷിജു സൂചിപ്പിച്ചതുപോലെ തന്നെ നീതിന്യായ വകുപ്പിന് മുകളിലിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു പ്രത്യേകിച്ചും VHPയുടെ ഒരു പരിപാടിക്കിടെ ഇത്തരത്തിൽ വലിയ വിദ്വേഷ പ്രസംഗം നടത്തുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾക്ക് മേലുള്ള ഒരു അതിക്രമം തന്നെയാണ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെയും ഉണ്ടായിരുന്നു. നേരത്തെയും വിവിധ MP-മാരടക്കം, പ്രത്യേകിച്ചും ജോൺ ബ്രിട്ടാസ് MP-യും ശിവദാസൻ MP-യും അടക്കമുള്ളവർ ഇത്തരത്തിൽ രാജ്യസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ഇംപീച്ച്മെന്റ് ചെയ്യണം അടക്കമുള്ള നോട്ടീസുകളൊക്കെ തന്നെ നൽകിയിരുന്നു. പക്ഷേ സുപ്രീം കോടതിക്കും ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നും, പ്രത്യേകിച്ചും ഈ ലോയേഴ്സ് യൂണിയന്റെ ഭാഗത്ത് നിന്നും അടക്കം തന്നെയും പരാതികൾ ലഭിച്ചിരുന്നു. ഈ പരാതിന്മേലാണ് നടപടി സ്വീകരിക്കാൻ സുപ്രീം കോടതി ഒരുങ്ങിയിരിക്കുന്നത്. നേരത്തെ 2 ദിവസം മുമ്പ് തന്നെ ഇത്തരത്തിൽ വിശദീകരണം നൽകണമെന്ന് അലഹബാദ് ഹൈക്കോടതിയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും ഈ വിദ്വേഷ പ്രസംഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ സമർപ്പിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിശദീകരണം നടത്തണമെന്നുമായിരുന്നു കോടതി ആവശ്യപ്പെട്ടത്. അതോടൊപ്പം ഈ മാധ്യമത്തിലൂടെ അടക്കം ഈ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രസംഗത്തിന്റെ വാർത്തകൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് ഏറ്റവും ഗൗരവമായ. അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വിദ്വേഷ പ്രസംഗം നടത്തിയ SK യാദവ്, അലഹബാദ് ഹൈക്കോടതി ജഡ്ജി SK യാദവിനെ വിളിച്ചു വരുത്തുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. ചൊവ്വാഴ്ച നേരിട്ട് ഹാജരാകാൻ കൊളീജിയം ആവശ്യപ്പെട്ടിരിക്കുന്നു. വിവരങ്ങളാണ് റഷീദ് ദില്ലിയിൽ നിന്ന് നൽകിയത്.